നടൻ എന്നതിലുപരി സംവിധാനത്തിലും കഴിവു തെളിയിച്ച താരമാണ് കലാഭവൻ ഷാജോൺ. ഇന്ന് മലയാള സിനിമയിലെ മുൻനിര താരമായി വളർന്നെങ്കിലും മിമിക്രി മാത്രം ചെയ്ത് ഒന്നുമില്ലാത്ത കാലഘട്ടവും തനിക്കുണ്ടായിരുന്നുവെന്ന് പറയുകയാണ് താരം. അക്കാലത്ത് വാഹന സൗകര്യമില്ലാത്തതുകൊണ്ട് പ്രോഗ്രാം കഴിയുമ്പോൾ ലോറികളിൽ കയറിയാണ് താൻ അടക്കമുള്ള കലാകാരന്മാർ പോകാറുള്ളത്. അതിനിടയിൽ നടനും മിമിക്രി താരവുമായ കലാഭവൻ പ്രചോദിനുണ്ടായ അബദ്ധത്തെക്കുറിച്ച് പറയുകയാണ് ഷാജോൺ ഇപ്പോൾ. ഫ്ലവേഴ്സ് 1 കോടി എന്ന പരിപാടിയിൽ അതിഥിയായി മത്സരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് നടനുണ്ടായ രസകരമായ ഒരു അനുഭവം ഷാജോൺ പങ്കുവച്ചത്. ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് നടന്നു പോയൊരു പ്രമുഖനുണ്ട്. ആ റൂട്ടിൽ പോയാൽ എപ്പോഴും ഞാൻ ഈ കഥ ഓർത്ത് ചിരിക്കാറുണ്ടെന്ന് പറഞ്ഞാണ് ഷാജോൺ സംസാരിച്ചു തുടങ്ങിയത്. ഇതാരാണെന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഷാജോൺ അത് നടൻ കലാഭവൻ പ്രചോദാണെന്ന് പറയുന്നു. ഞങ്ങളുടെ തുടക്ക സമയത്ത് പരിപാടി കഴിഞ്ഞ് രാത്രി സമയം വൈകിയാൽ പിന്നെ ലോറികളിൽ കയറി പോവുകയാണ് ഏക മാർഗം. അക്കാലത്ത് രാത്രി യാത്രയ്ക്ക് അത് മാത്രമേ പരിഹാരമുണ്ടായിരുന്നുള്ളൂ. ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്കും തിരികെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയിലേക്കും ഒരേ സമയം കഴിഞ്ഞാൽ പിന്നെ ലോറിയേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിന് ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് പോകണം. കുറെ സമയം നിന്നിട്ടും വണ്ടികളൊന്നും കിട്ടുന്നില്ല. എങ്കിൽ പിന്നെ നടന്നേക്കാം എന്ന് പുള്ളി കരുതി. അങ്ങനെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെ നടന്നു. ഇന്ന് നല്ല റോഡാണെങ്കിൽ അന്ന് രാത്രി ആയിക്കഴിഞ്ഞാൽ പേടിയൊക്കെ തോന്നുന്ന വഴിയാണ്. എങ്കിലും പുള്ളി നടന്ന് ഏകദേശം 10-23 കിലോമീറ്ററോളമായി. ആ സമയത്ത് ഇവന് പോലീസിനെ വലിയ പേടിയാണ്. പ്രശസ്തിയിലേക്ക് വന്നതിന് ശേഷം പോലീസിനെ പേടിയേയില്ല. പക്ഷെ അന്ന് ഭയങ്കര പേടിയാണ്. അങ്ങനെ നടന്ന് ചങ്ങനാശ്ശേരി എത്താറാവുമ്പോഴുണ്ട് മുന്നിലൂടെ ഒരു പോലീസ് ജീപ്പ് വരുന്നു. ആലപ്പുഴയിൽ നിന്നും നടന്നു വരുന്നവനാണ്. ലക്ഷ്യത്തിലെത്താൻ 10-11 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. അത്രയധികം നടന്നു കഴിഞ്ഞു. എന്നാൽ പോലീസ് ജീപ്പ് കണ്ടതോടെ വെപ്രാളത്തിൽ നടന്ന ദിശയിൽ നിന്നും നേരെ തിരികെ നടക്കാൻ തുടങ്ങി. ശേഷം ഇവന്റെ അടുത്ത് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് എവിടെ പോയതാടോ എന്ന് പോലീസുകാരൻ ചോദിച്ചു. കുഞ്ഞമ്മ മരിച്ചു, മരിപ്പറിയിക്കാൻ ആലപ്പുഴയിലേക്ക് പോവുകയാണ് സാറേ എന്ന് പറഞ്ഞു. എങ്ങനെ പോകാനാണെന്ന് ചോദിച്ച പോലീസുകാരൻ ജീപ്പിലേക്ക് കയറാൻ പറഞ്ഞു. എന്നിട്ട് ഇവനെയും കൊണ്ട് നേരെ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി ഇറക്കി. ഇപ്പോഴും ആ വഴി പോയാൽ ഈ കഥയോർത്ത് ചിരി വരുമെന്നും ഷാജോൺ പറയുന്നു.